പ്രിയപ്പെട്ടവരെ, ബെഞ്ചില്ലാത്ത ഒരു സ്കൂളിൽ ഇരുന്നൊരു മനുഷ്യൻ പഠിച്ചാൽ അയാൾക്ക് എവിടം വരെ എത്താൻ പറ്റും? അതും കിലോമീറ്ററുകൾ നടന്ന് ഒരു സാധാരണ സർക്കാർ സ്കൂളിൽ, ബെഞ്ചില്ലാത്ത സ്കൂളിൽ, വേണ്ടത്ര അധ്യാപകരോ മറ്റു സംവിധാനങ്ങളോ ഇല്ലാത്തൊരു സ്കൂളിൽ ഒരു കുട്ടിയെ പഠിക്കാൻ വിട്ടാൽ ആ കുട്ടി പരമാവധി എത്തുക എത്രയായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. സർക്കാർ സ്കൂളിൽ തന്നെ അങ്ങനെ മെട്രിക്കുലേഷൻ പൂർത്തിയാക്കി പിന്നീട് അവിടെ നിന്ന് പ്രീ ഡിഗ്രി വിദ്യാഭ്യാസവും കഴിഞ്ഞ് സർവകലാശാലയിൽ നിന്ന് ബിരുദവും എടുത്ത് ഒരു മനുഷ്യൻ ഹരിയാനയിലെ ഹിസാറിലെ പെട്ടുവാർ ജില്ലയിൽ നിന്ന് കടന്നെത്തുന്നത് ഇന്ന് ഇന്ത്യയുടെ പരമോന്നത നീതിപീഠത്തിന്റെ അധ്യക്ഷനായിട്ടാണ്. അങ്ങനെ സുപ്രീം കോടതിയുടെ 53ാമത് ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സൂര്യകാന്ത് ഇന്ന് ചുമതലയേൽക്കും. ആ വരവ് വളരെ വളരെ ത്രസിപ്പിക്കുന്നൊരു വരവാണ് കേട്ടോ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്ന് ഒരു മനുഷ്യൻ എത്രത്തോളം ഉയരാം എന്നതിൻ്റെ ഒരു പഠനം, ഒരു ക്ലാസിക് എക്സാമ്പിൾ കൂടിയാണ് ഇന്ന് ചുമതലയേൽക്കാൻ പോകുന്ന 53ാമത് ചീഫ് ജസ്റ്റിസ് ആകാൻ പോകുന്ന സൂര്യകാന്ത്. രാവിലെ 9:15 രാഷ്ട്രപതി ദ്രൗപദി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുക്കും. 2027 ഫെബ്രുവരി 9 വരെയാണ് കാലാവധി. ചരിത്രത്തിൽ ആദ്യമായി 6ഓളം വിദേശ രാജ്യങ്ങളിലെ ചീഫ് ജസ്റ്റിസുമാരും ജഡ്ജിമാരും ചടങ്ങിന് സാക്ഷിയാക്കും. പി ആർ സുനിൽ ഉണ്ട് നമുക്കൊപ്പം ഡൽഹിയിൽ നിന്നും. പി ആർ സുനിൽ, 53ാമത് ചീഫ് ജസ്റ്റിസായിട്ട് വരുന്ന ജസ്റ്റിസ് സൂര്യകാന്ത് ഒട്ടേറെ സുപ്രധാനമായ വിധിന്യായങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുന്ന ജഡ്ജിയാണ്. ഞാൻ ഓർമ്മിക്കുന്നത് ഏറ്റവും ഒടുവിൽ ഈ ജയിൽ പുള്ളികൾക്ക് കുട്ടികൾ ഉണ്ടാവുക എന്ന ലക്ഷ്യത്തോടു കൂടി കുടുംബ സന്ദർശനം നടത്താം എന്നൊരു വിധി, ഈ ജസ്റ്റിസ് സൂര്യകാന്തിന്റെ വിധി വന്നിരുന്നു. അന്ന് അദ്ദേഹം സുപ്രീം കോടതിയിലല്ല, ഞാൻ മനസ്സിലാക്കുന്നത് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയിലാണ് എന്നാണ്. ഹരിയാനയിൽ നിന്നുള്ള ആദ്യത്തെ ചീഫ് ജസ്റ്റിസായി മാറാൻ പോവുകയാണ് സൂര്യകാന്ത്. ആർട്ടിക്കിൾ 370 റദ്ദ് ചെയ്തത് ശരിവെച്ചുകൊണ്ടുള്ള നിയമനം, അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ സ്റ്റാറ്റസ് അംഗീകരിച്ചുകൊണ്ടുള്ള നിയമനം അടക്കം ഒട്ടേറെ സുപ്രധാനമായ വിധി പ്രസ്താവങ്ങൾ നടത്തിയ ജഡ്ജിയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ വരവിനെക്കുറിച്ചാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത്. വളരെ ലളിതമായ സാഹചര്യത്തിൽ നിന്ന് ഹരിയാനയിൽ ഏറ്റവും പരിമിതമായ സ്കൂളിൽ, ഒരു സർക്കാർ സ്കൂളിൽ പഠിച്ചാണ് ഇപ്പോൾ സൂര്യകാന്ത് ചീഫ് ജസ്റ്റിസായിട്ട് മാറാൻ പോകുന്നത്. ബി ആർ ഗവായി വിരമിച്ച് സൂര്യകാന്ത് വരുമ്പോൾ നമ്മൾ എങ്ങനെ അതിനെ കാണണം? മാത്രമല്ല വളരെ നിർണായകമായ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അടുത്ത 2027 ഫെബ്രുവരി മാസം വരെ, അടുത്ത ജനറൽ ഇലക്ഷന് തൊട്ടു മുമ്പ് വരെ ഈ ചീഫ് ജസ്റ്റിസിന്റെ കാലാവധിയുണ്ട്, അല്ലേ പി ആർ സുനിൽ? ഇല്ല, ഗുഡ് മോർണിംഗ്. തീർച്ചയായും ഒരു തിരുത്തിക്കോട്ടെ, അടുത്ത ജനറൽ ഇലക്ഷൻ വരെ ഇല്ല, 2027 വരെ ഉള്ളൂ. തുടരാം പി ആർ സുനിൽ. അതെ, 2027 ഫെബ്രുവരി 9 വരെ. ഏതായാലും ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന് ശേഷം 1 വർഷത്തിലധികം കാലാവധി ലഭിക്കുന്ന ഒരു ചീഫ് ജസ്റ്റിസ് ആയിരിക്കും ജസ്റ്റിസ് സൂര്യകാന്ത്. അരുൺ ചൂണ്ടിക്കാണിച്ചത് വളരെ പ്രസക്തമായ ഭാഗങ്ങളാണ്. കാരണം ഹരിയാനയിലെ ഹിസാറിലെ ഒരു ഗ്രാമത്തിൽ ജനിച്ച് അവിടുത്തെ ഒരു സാധാരണ സ്കൂളിൽ പഠിച്ച് അവിടുത്തെ ഒരു സാധാരണ കോടതിയിൽ അഭിഭാഷകനായി തുടർന്ന് പിന്നീട് അദ്ദേഹം ഹൈക്കോടതികളിലേക്കും പിന്നീട് സുപ്രീം കോടതിയിലേക്കും എത്തിയ വലിയൊരു ട്രാക്ക് റെക്കോർഡുള്ള ഒരു ജഡ്ജിയാണ് ജസ്റ്റിസ് സൂര്യകാന്തിന്റേത്. ഏതായാലും ആ ഒരു അനുഭവ പാഠവം അദ്ദേഹത്തിന്റെ ജുഡീഷ്യൽ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും ജസ്റ്റിസ് സൂര്യകാന്ത് സുപ്രീം കോടതിയുടെ 53ാമത് ചീഫ് ജസ്റ്റിസ് ആകുമ്പോൾ തീർച്ചയായും അദ്ദേഹം കഴിഞ്ഞ കാലങ്ങളിൽ സുപ്രീം കോടതിയിൽ ഉണ്ടായിരുന്ന കാലങ്ങളിൽ പരിഗണിച്ചിട്ടുള്ള വളരെ സുപ്രധാനമായ കേസുകൾ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജമ്മു കശ്മീരിന്റെ 370ാം അനുച്ഛേദം റദ്ദാക്കിയെ സംബന്ധിച്ച കേസായിരുന്നു. ആ കേസിൽ 370ാം അനുച്ഛേദം റദ്ദാക്കിയ കേന്ദ്ര സർക്കാർ തീരുമാനം ശരിവെച്ചുകൊണ്ടായിരുന്നു അന്ന് സുപ്രീം കോടതിയുടെ വിധിയുണ്ടായിരുന്നത്. ഇപ്പോൾ പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന SIR, അപ്പോൾ SIRമായി ബന്ധപ്പെട്ട കേസും പരിഗണിക്കുന്ന ജസ്റ്റിസ് സൂര്യകാന്താണ്. അപ്പോൾ രാഷ്ട്രീയമായി വളരെ പ്രധാനപ്പെട്ട പല കേസുകളും പരിഗണിച്ച ഒരു ജസ്റ്റിസ് കൂടിയാണ് ജസ്റ്റിസ് സൂര്യകാന്ത്. ഏതായാലും ജസ്റ്റിസ് സൂര്യകാന്തിന് ഇനി 15 മാസമാണ് സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസ് എന്ന നിലയിൽ കാലാവധിയുള്ളത്. 2027 ഫെബ്രുവരി 9 അദ്ദേഹം വിരമിക്കാൻ പോകുന്നത്. അപ്പോൾ 1 വർഷത്തിലധികം കാലാവധിയുണ്ട്. ഇന്ന് രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ രാവിലെ 9:15 രാഷ്ട്രപതി ദ്രൗപദി മുർമു ജസ്റ്റിസ് സൂര്യകാന്തിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുക. അതിനുശേഷം പിന്നീട് രാവിലെ 10:30 മണിക്ക് അദ്ദേഹം ചീഫ് ജസ്റ്റിസ് എന്ന നിലയിൽ സുപ്രീം കോടതിയിൽ കേസുകൾ കേട്ടു തുടങ്ങും. ഓക്കെ, നമുക്ക് 9:15 തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പലപ്പോഴും ഈ പരിമിതികളെക്കുറിച്ച് മാത്രം പറയുന്ന മനുഷ്യർക്ക് ജസ്റ്റിസ് സൂര്യകാന്ത് ഒരു പാഠമാണ്. ആ പരിമിതികളിൽ നിന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ മദൻലാൽ ശർമ്മ അവിടുത്തെ ഒരു സംസ്കൃത അധ്യാപകനായിരുന്നു. ഒരു കാർഷിക കുടുംബമാണ്. ഒരു സർക്കാർ സ്കൂളിൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, തറയിൽ നിന്നാണ് പഠിച്ചു തുടങ്ങിയത്. അവിടെ നിന്നാണ് സർക്കാർ സ്കൂളിൽ തന്നെയാണ് മെട്രിക്കുലേഷൻ പൂർത്തിയാക്കിയത്, അതും ഹരിയാന പോലെ ഒരു സംസ്ഥാനത്ത് നിന്ന്. അവിടെ നിന്നാണ് പിന്നീട് സൂര്യകാന്തിൻ്റെ വളർച്ച എന്ന് പറയുന്നത്. അപ്പോൾ വെല്ലുവിളികൾ ഒരുപാടുണ്ടെങ്കിൽ സാധ്യതകളും ഉണ്ട് എന്നുള്ളതാണ്. ജസ്റ്റിസ് ഇപ്പോൾ ചെയ്തൊരു കാര്യം കൂടിയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിൽ, ഹരിയാനയിലെ ഗ്രാമത്തിലെ മിടുക്കരായ വിദ്യാർത്ഥികളെ കണ്ടെത്തി സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഈ പുതിയ ജസ്റ്റിസ്.
പുതിയ ചീഫ് ജസ്റ്റിസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ യാത്ര പറഞ്ഞു പോകുന്ന ചീഫ് ജസ്റ്റിസിനെ കുറിച്ച് കൂടി ഒന്ന് ഓർമ്മിക്കണം. ബി ആർ ഗവായി ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യം അദ്ദേഹത്തിന്റെ കാലശേഷം ഒരു പദവിയും വഹിക്കില്ല എന്നുള്ളതാണ്. സർക്കാർ കൊടുക്കുന്ന ഒരു പദവിയും വഹിക്കില്ല എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ അടുത്ത കാലത്തായിട്ട് നമ്മൾക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു വാചകമാണിത്. മറ്റു ചില ജഡ്ജിമാരൊക്കെ ചുമതലയെടുത്തതിന് ശേഷം ഒഴിഞ്ഞതിന് ശേഷം കേന്ദ്ര സർക്കാർ വെച്ച് നീട്ടുന്ന പദവികളിലേക്ക് പോകുന്നതാണ് നമ്മൾ കണ്ടത്. അതൊക്കെ ഈ ജുഡീഷ്യറിയുടെ ഇൻഡിപെൻഡൻസിനെ ബാധിക്കുന്നതാണ്. അവിടെയാണ് ബി ആർ ഗവായിയുടെ നല്ല തെളിഞ്ഞ സ്റ്റേറ്റ്മെന്റ് വരുന്നത്. ഞാൻ എൻ്റെ കാലശേഷം ഒരു സർക്കാർ പദവി വഹിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ എൻ്റെ ഗ്രാമത്തിലെ ഗോത്ര വിഭാഗങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും എന്നുള്ളതാണ് മഹാരാഷ്ട്രയിൽ. അതാണ് ജസ്റ്റിസ് ബി ആർ ഗവായി. പ്രതീക്ഷയാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ പ്രതീക്ഷ ഇനിയും നശിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ ചെറിയ തുരുത്തുകളാണ് ബി ആർ ഗവായിയും ഇപ്പോൾ ചുമതലയേൽക്കുന്ന ജസ്റ്റിസ് സൂര്യകാന്തും. പ്രിയപ്പെട്ടവരെ,